ഗസയിൽ ഒരാഴ്ചക്കിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 270-ലേറെ കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇന്ന് മാത്രം 23 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 62 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഈജിപ്ത് മുന്നോട്ട് വെച്ച പുതിയ ബന്ദിമോചന ചർച്ചകളിൽ കാര്യമായ പുരോഗതിയില്ല. ഒരു അമേരിക്കൻ ഇസ്രായേലി ബന്ദിയടക്കം 5 ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗസയിലേക്ക് സഹായമെത്തിക്കാനും ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും ഇസ്രായേൽ തയ്യാറാകണമെന്നാണ് നിർദ്ദേശം. അമേരിക്കയും ഹമാസും നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. MCA നാസർ വിവരങ്ങൾ നൽകും. നാസർ, ആക്രമണം എത്രത്തോളം കടുപ്പിച്ചിരിക്കുന്നു? ഇസ്രായേൽ കുട്ടികൾക്ക് നേരെയാണോ പ്രധാനമായും ആക്രമണം ഉണ്ടായിരിക്കുന്നത്? എത്രത്തോളം പേരാണ് ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടത്? തീർച്ചയായിട്ടും ആക്രമണം ഗസയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് വെളുപ്പിനാണ് ഖാൻ യൂനിസിന് നേരെയും അതോടൊപ്പം തന്നെ മധ്യ ഗസയിലെ ചില പ്രദേശങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന നിരവധി സ്ത്രീകളും കുട്ടികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് 50,000-ത്തിലധികം പേർ മരണപ്പെട്ടതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെളിപ്പെടുത്തൽ ഇന്നലെ തന്നെ ഗസ ആരോഗ്യ മന്ത്രാലയം നടത്തിയിരുന്നു. അതിന് പുറമേ ഒരു 11,000 പേരെങ്കിലും ഇപ്പോൾ കാണാതായവരുടെ പട്ടികയിലുണ്ട്. അവരും മിക്കവാറും അവർ കൊല്ലപ്പെട്ട് ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ ഉണ്ട് എന്ന കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം നടത്തുന്നത്. അപ്പോൾ 61,000-ത്തിലധികം പേരാണ് ഈ 15 മാസത്തിലധികം നീണ്ടുനിന്ന ഏറ്റവും കിരാതമായിട്ടുള്ള ഈ ഒരു അധിനിവേശം അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഏകപക്ഷീയ യുദ്ധത്തിലൂടെ ഇസ്രായേൽ കൊന്നൊടുക്കിയിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 70% പേരും കുട്ടികളും അതോടൊപ്പം തന്നെ സ്ത്രീകളും ആണ് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം അന്തർദേശീയ ചട്ടങ്ങൾ പ്രകാരം UN ചാർട്ടർ പ്രകാരം ഏത് അധിനിവേശ ഘട്ടങ്ങളിലും ഏത് യുദ്ധഘട്ടങ്ങളിലും ഈ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും മാറ്റി നിർത്തണം, അവരെ ഇതിൻ്റെ ഇരകളാക്കി ഒരു നിലക്കും മാറ്റരുത് എന്ന കൃത്യമായിട്ടുള്ള ചട്ടങ്ങളുള്ള അതേ സമയത്ത് തന്നെയാണ് ഈ കൊല്ലപ്പെട്ട ഏതാണ്ട് 61,000-ത്തിലധികം വരുന്നവരിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ് എന്ന നഗ്ന യാഥാർത്ഥ്യം അന്തർദേശീയ ഏജൻസികളും അതോടൊപ്പം തന്നെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നു. നാസറിലേക്ക് വരാം. ഗസയിൽ ഒരാഴ്ചക്കിടെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ 270-ലേറെ കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ന് മാത്രം 23 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 62 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഈജിപ്ത് ബന്ദിമോചന ചില ഉപാധികൾ മുന്നോട്ട് വച്ചിരുന്നു. അതിലെ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയില്ല എന്ന് കൂടിയാണ് അറിയുന്നത്. ഒരു അമേരിക്കൻ ഇസ്രായേലി ബന്ദിയടക്കം 5 ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗസയിലേക്ക് സഹായമെത്തിക്കാനും ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും ഇസ്രായേൽ തയ്യാറാകണം എന്നാണ് നിർദ്ദേശം. MCA നാസർ തുടരുന്നുണ്ട്. നാസർ, നമുക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്ന് തുടരാം. അതോടൊപ്പം തന്നെ ഈജിപ്ത് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബന്ദിമോചന ചർച്ചയിൽ എത്രത്തോളം പുരോഗതിയുണ്ട്? ദിവ്യ, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അമേരിക്കയുമായിട്ട് നടന്ന അനൗപചാരിക ചർച്ച, അതോടൊപ്പം തന്നെ ഹമാസ് നേതൃത്വവുമായി നടത്തിയിരിക്കുന്ന ചർച്ച, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈജിപ്ത് ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപ്രകാരം അമേരിക്കൻ ബന്ദിയായിട്ടുള്ള ബന്ദി ഉൾപ്പെടെ 5 പേരെ ഹമാസ് വിട്ടയക്കുക. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആയിരക്കണക്കിന് തടവുകാരെ വിട്ടയക്കാൻ ഇസ്രായേൽ തയ്യാർ. ചില സാങ്കേതിക തടസ്സങ്ങൾ. MCA നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. കുഞ്ഞുങ്ങളടക്കം ആ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകൾക്ക് നേരെയടക്കം ആക്രമണം ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും വെടിനിർത്തൽ ചർച്ചകൾ കാര്യമായ, അതായത് പുരോഗതിയുള്ള തരത്തിൽ മുന്നേറുന്നില്ല എന്നതുകൂടി വ്യക്തമാക്കേണ്ടതാണ്. MCA നാസറാണ് വിവരങ്ങൾ നൽകിയത്.